Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സാമ്രാജ്യത്വ ജന്മിത്ത വിരുദ്ധ പോരാട്ടത്തിൽ കഴുമരമേറി രക്തസാക്ഷിത്വം വരിച്ച കയ്യൂർ രക്തസാക്ഷികളുടെ 83ാം രക്തസാക്ഷി ദിനാചരണം വിപുലമായ പരിപാടികളോടെ കയ്യൂരിൽ നടന്നു. അനുസ്മരണ സമ്മേളനം CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വ ജന്മിത്വ വിരുദ്ധ പോരാട്ടത്തിൽ കഴുമരമേറി രക്തസാക്ഷിത്വം വരിച്ച കയ്യൂർ രക്തസാക്ഷികളുടെ 83ാം രക്തസാക്ഷി ദിനാചരണം കയ്യൂരിൽ നടന്നു. രാവിലെ CPM ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ രക്തസാക്ഷി മണ്ഡപത്തിലും സംഘാടക സമിതി ചെയർമാൻ PN നായർ രക്തസാക്ഷി നഗറിലും പതാക ഉയർത്തി. വൈകിട്ട് കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ചായോത്തു നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു. അനുസ്മരണ സമ്മേളനം CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. സമത്വപൂർണമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടി, ചൂഷണരഹിതമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടി എന്ന അവരുടെ സ്വപ്നം ഇനിയും സാക്ഷാത്കരിക്കപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, കേരളത്തിൽ ഇന്ത്യ ചൂഷണാധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമമായി തുടരുമ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KP സതീഷ് ചന്ദ്രൻ, P കരുണാകരൻ, CP ബാബു, VPP മുസ്തഫ, CPIM കയ്യൂർ ലോക്കൽ സെക്രട്ടറി K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM 18 സീറ്റുകളിൽ BJPയുമായി ഡീൽ ഉറപ്പിച്ചതായി RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും കൊല്ലം MP-യുമായ NK പ്രേമചന്ദ്രൻ ആരോപിച്ചു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ പ്രചരണ ഭാഗമായി കാലിക്കടവ് ടൗണിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. CPM BJP ബാന്ധവത്തിലും കേരളത്തിന്റെ ജനഹിതം അട്ടിമറിക്കാനാവില്ലെന്നും മറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വിസ്മയങ്ങൾ എന്താണെന്ന് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടറിയാമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുമായി ഞാൻ ആധികാരികമായി പറയുന്നു, 18 സീറ്റുകളിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ 18 സീറ്റുകളിൽ BJPയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കുപോക്ക് രാഷ്ട്രീയത്തിൽ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ പ്രതീകമായിട്ടുള്ള SDP-യുമായി രഹസ്യധാരണ. SDP-യുമായിട്ടുള്ള രാഷ്ട്രീയ ബാന്ധവത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കും. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയായതോടെ മണ്ഡലം ചരിത്രം തിരുത്തി ആദ്യമായി UDF പക്ഷത്തേക്ക് ചായുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പിലിക്കോട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പര്യടനം കണ്ണങ്കൈ ജനതാ ഗ്രന്ഥാലയം പരിസരത്ത് നിന്നാണ് രാവിലെ ആരംഭിച്ചത്. UDF കാസർഗോഡ് ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, നിയോജക മണ്ഡലം ചെയർമാൻ AGC ബഷീർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MB ജോസഫ്, RSP ജില്ലാ സെക്രട്ടറി ഹരീഷ് P നമ്പ്യാർ, UDF ജില്ലാ ഏകോപന സമിതി അംഗം K ശ്രീധരൻ മാസ്റ്റർ, പഞ്ചായത്ത് UDF കൺവീനർ AV കുഞ്ഞികൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB മനോഹരൻ, N അപ്പു എന്നിവർ പ്രസംഗിച്ചു. പിലിക്കോട്, കയ്യൂർ, ചീമേനി പഞ്ചായത്തുകളിലെ 13 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി രാത്രി ചീമേനി ചെമ്പ്രകാനത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോകം യുദ്ധത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഇന്ത്യ
ലോകത്തിനു മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുകയാണെന്ന് NDA നേതാവും 2020 സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ കേരളത്തെ ക്യാൻസർ പോലെ കാർന്നു തിന്നുകയാണെന്നും അതിനെ മുറിച്ചുമാറ്റാൻ ഇത്തവണ കേരളീയർ തയ്യാറാകണമെന്നും ഗോപകുമാർ പറഞ്ഞു. NDA കൺവീനർ M ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സമിതി അംഗം M വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി രവി കുളങ്ങര, BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത്, 2020 കോർഡിനേറ്റർ രമണി രാജേഷ്, T കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് EM സോജു, U രാജൻ, AK ചന്ദ്രൻ, K രമേശൻ, P ശ്യാമപ്രസാദ്, രാജീവൻ ചീമേനി എന്നിവർ സംസാരിച്ചു. KV രാജൻ ചെയർമാനും TC രാമചന്ദ്രൻ കൺവീനറുമായി 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷകൾക്ക് സമാപനമായി. കഠിനമായ പഠനത്തിന്റെയും പരീക്ഷാ തിരക്കുകളുടെയും നാളുകൾക്ക് വിട നൽകി വിദ്യാർത്ഥികൾ ഇനി 2 മാസം നീണ്ടുനിൽക്കുന്ന വേനൽ അവധിയിലേക്ക് പ്രവേശിച്ചു. ഇന്നോടുകൂടി ഈ വർഷത്തെ 2025-26 വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. പൊതുവെ കുട്ടികളുടെ അഭിപ്രായം നോക്കുമ്പോൾ പരീക്ഷകളെല്ലാം പാസ്സാവാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടാൻ വേണ്ടി കുറച്ച് പെടാപ്പാട് അല്ലെങ്കിൽ പ്രയാസം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ കുട്ടികൾ ഒരു വിദ്യാലയ വർഷം കഴിഞ്ഞ് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന 2 മാസം വേനലവധിക്കാലം ഗുണാത്മകമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സമയം ചെലവഴിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വെറുതെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ സമയമാണ്. ആ സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചു കൊണ്ടുള്ളതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. വെറും പഠനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശാരീരികമായ ആരോഗ്യപരമായ കരുത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പൂർണ്ണമായ ഒരു വിജയാശംസകൾ നേരുന്നു. ഒരു അധ്യയന വർഷം കൂടി അവസാനിക്കുമ്പോൾ കലാലയങ്ങളിലെ മാഞ്ഞുപോകാത്ത ഓർമ്മകളുടെ മഷിയെഴുത്തുമായി വീണ്ടും ഒരു ഓട്ടോഗ്രാഫ് കാലം. വിദ്യാലയങ്ങളിലെ വിടവാങ്ങൽ കാലത്തെ ഏറ്റവും വലിയ ഹരമായിരുന്നു ഓട്ടോഗ്രാഫുകൾ. ഈ പുതിയ കാലത്തും പുതുതലമുറ ഈ ശീലം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു അധ്യയന വർഷത്തിനു കൂടി തിരശീല വീഴുകയാണ്. വേനലവധിക്ക് മുൻപുള്ള ആ അവസാന മണിമുഴക്കം കാതോർത്തു നിൽക്കുമ്പോൾ സ്കൂൾ വരാന്തകളിൽ ഇന്നും മായാതെ നിൽക്കുന്നത് ഹൃദയം തൊടുന്ന ചില യാത്ര പറച്ചിലുകളാണ്. പഴയകാലത്തെ അപേക്ഷിച്ച് വിടവാങ്ങൽ ചടങ്ങുകൾ ഹൈടെക് ആയെങ്കിലും ഡിജിറ്റൽ യുഗത്തിലും ഓട്ടോഗ്രാഫ് എന്ന ആ കുഞ്ഞു പുസ്തകം അതിൻ്റെ പ്രസക്തി പൂർണ്ണമായും കൈവിട്ടിട്ടില്ല എന്നത് കൗതുകകരമാണ്. ഒരു കാലത്ത് വിടവാങ്ങൽ കാലത്തെ ഏറ്റവും വലിയ ഹരമായിരുന്നു ഓട്ടോഗ്രാഫുകൾ. കടും നിറത്തിലുള്ള പുറംചട്ടയും പ്രത്യേക മണമുള്ള താളുകളുമുള്ള ആ പുസ്തകം കൂട്ടുകാരുടെ കൈമറിഞ്ഞു നടക്കുമ്പോൾ അതിൽ വിരിയുന്നത് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കൊച്ചു കൊച്ചു തമാശകളുടെയും ലോകമായിരുന്നു. വർണ്ണമഷികളാൽ കോറിയിട്ട കവിതകൾക്കും തട്ടിക്കൂട്ട് ചിത്രങ്ങൾക്കുമിടയിൽ മയിൽപ്പീലി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പഴയകാലം ഇന്നും പലരുടെയും ഗൃഹാതുരമായ ഓർമ്മയാണ്. ഇന്നത്തെ തലമുറയിലേക്ക് എത്തുമ്പോൾ വിടവാങ്ങൽ രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസുകളും ഇൻസ്റ്റഗ്രാം റീലുകളും ഫെയർവെൽ ഫോട്ടോഷൂട്ടുകളും ആഘോഷങ്ങളുടെ പ്രധാന ഭാഗമായി മാറി. സ്മാർട്ട് ഫോണുകൾ ഓർമ്മകളെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയപ്പോൾ ഓട്ടോഗ്രാഫ് എഴുതുന്ന രീതി പലയിടങ്ങളിലും അപ്രത്യക്ഷമായി. എങ്കിലും പൂർണ്ണമായ ഈ ശീലം ഉപേക്ഷിക്കാൻ പുതിയ തലമുറയും തയ്യാറായിട്ടില്ല. ഓട്ടോഗ്രാഫ് പുസ്തകത്തിന് പകരം കൂട്ടുകാരൻ്റെ യൂണിഫോം ഷർട്ടിൽ പേന കൊണ്ട് പേരെഴുതുന്ന രീതി ഇന്ന് സ്കൂളുകളിൽ വ്യാപകമാണ്. സോഷ്യൽ മീഡിയയിലെ ലോങ് നോട്ട് പോസ്റ്റുകൾ ഒരുതരം ഡിജിറ്റൽ ഓട്ടോഗ്രാഫുകളായി മാറിക്കഴിഞ്ഞു. ചിലയിടങ്ങളിൽ പഴയ രീതിയിലുള്ള ഓട്ടോഗ്രാഫ് പുസ്തകങ്ങൾ വാങ്ങി പരസ്പരം കൈമാറുന്ന കുട്ടികൾ ഇന്നും കുറവല്ല. സ്കൂൾ മുറ്റത്തെ വാഗമരച്ചുവട്ടിൽ അവസാനമായി ഒത്തുകൂടുമ്പോൾ അധ്യാപകരുടെ കണ്ണുകളിലെ നനവും കൂട്ടുകാരുടെ തമാശകളും ചേർന്നൊരുക്കുന്ന ആ മനോഹരമായ നിമിഷം ഏത് കാലത്തും ഒരുപോലെയാണ്. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും സ്വന്തം കൈപ്പടയിൽ ഒരാൾ എഴുതി നൽകുന്ന ആ വരികൾക്ക് നൽകാൻ കഴിയുന്ന ആത്മബന്ധം മറ്റൊന്നിനും നൽകാനുമാവില്ല. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി വരും തലമുറയ്ക്കും കൈമാറാൻ ഇനിയും ഓട്ടോഗ്രാഫുകളിൽ മഷി പടരട്ടെ. കാരണം അക്ഷരങ്ങൾ മരിക്കുമ്പോഴാണ് ഓർമ്മകൾക്ക് മങ്ങലേൽക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ജനങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലൂടെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്ന പുതിയ കാലത്ത് അങ്കത്തട്ടിൽ ചുരുകിയെടുത്ത് വീശി ചോരപ്പുഴയൊഴുക്കി അധികാരികളെ നിശ്ചയിച്ചിരുന്ന പഴയ കാലത്തെയും ഓർമ്മിച്ചെടുക്കാം. കാലിക്കടവ് പടുവളത്ത് ഒതേനൻ ചാടിക്കടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കിണറുണ്ട്. ഈ കിണർ പല ഓർമ്മകളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ അതിരിടുന്ന കാലിക്കടവിനടുത്തുള്ള പടുവളത്ത് ഒതേനൻ ചാടിക്കടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കിണറുണ്ട്. ചാടിക്കടന്നാലുമില്ലെങ്കിലും കരിവെള്ളൂരിലും കാലിക്കടവിലും ഇവയുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ കളരി സംഘങ്ങൾ സജീവമായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ബാലറ്റ് പേപ്പറുകളിലൂടെയല്ലാതെ അങ്കത്തട്ടിലൂടെ പരിചയെടുത്തു വീശി എതിരാളിയെ അരിഞ്ഞു വീഴ്ത്തി അധികാരം നിശ്ചയിച്ച ഒരു കാലത്തിന്റെ ഓർമ്മയിലേക്ക് ഏതായാലും ഈ സ്ഥലം നമ്മെ കൂട്ടിക്കൊണ്ടുപോകാതിരിക്കില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ അധികാരത്തിനു വേണ്ടി അടരാടി മരിച്ചവർ ഏറെയാണ്. വടക്കൻ പാട്ടുകളുടെ ചരിത്രം തന്നെ അതാണ്. പഴയ യുദ്ധവീരന്മാർക്ക് ദേശങ്ങളുടെ ദൂരം ഒരു പ്രശ്നമല്ലാത്തതിനാൽ ഒതേനൻ ഇവിടെ വന്നുകൂടായികയുമില്ല. ഏതായാലും ജനങ്ങൾ ഇപ്പോൾ ഇലക്ട്രിക് വോട്ടിംഗ് യന്ത്രങ്ങളിലൂടെ ഭരണാധികാരികളെ നിശ്ചയിക്കുമ്പോൾ ഭരണാധികാരികളെ നിശ്ചയിക്കാൻ ചോരയൊഴുകി പരന്ന അങ്കത്തട്ടുകൾ നമുക്ക് മറക്കാതിരിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മലപ്പുറം തിരൂരിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. സെമിനാറുകൾ, സാംസ്കാരിക ഘോഷയാത്ര, പൊതുസമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും കേരള വിഷന്റെയും കൂടുതൽ മുന്നേറ്റത്തിനുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ സമ്മേളനത്തിൽ നടന്നു. 4 ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത്. സെമിനാറുകൾ, സാംസ്കാരിക ഘോഷയാത്ര, പൊതുസമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. 1ാം ഘട്ട ടാറിംഗ് പൂർത്തിയായതോടെ മാടായിക്കാവ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മാടായിക്കാവ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചതോടെ നിയമതടസ്സങ്ങൾ നീങ്ങിയതായി അധികൃതർ അറിയിച്ചു. റോഡ് തുറന്നതോടെ ഏറെ ആശ്വാസത്തിലാണ് യാത്രക്കാർ. കേരളത്തിലെ ശാക്തേയ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം. പൂരോത്സവത്തിന് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇവിടേക്കുള്ള റോഡ് അറ്റകുറ്റപ്രവൃത്തി നടന്നുവരികയാണ്. നേരത്തെ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ റോഡ് നിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത്. മാടായിക്കാവ് റോഡ് നിർമ്മാണത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട വിവിധ ഹർജികൾ തള്ളിക്കൊണ്ടാണ് കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചത്. നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിയതോടെ പൊതുമരാമത്ത് വകുപ്പിന് പ്രവൃത്തികളുമായി മുന്നോട്ടു പോകാം. റോഡ് നിർമ്മാണത്തിനായി ദേവസ്വം ഭൂമി ഉപയോഗിക്കുന്നത് ഭൂമി കയ്യേറുന്നതിനോ അന്യാധീനപ്പെടുത്തുന്നതിനോ തുല്യമല്ലെന്ന് കോടതി വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണം പ്രധാനമാണെങ്കിലും മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും അത് തടസ്സമാകരുത് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. റോഡ് നിർമ്മാണ വേളയിൽ ഉണ്ടാകാനിടയുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ പരിഹരിക്കാനായി പ്രദേശത്തിന് അനുയോജ്യമായ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. അതേസമയം റോഡിന്റെ 1ാം ഘട്ട ടാറിംഗ് പൂർത്തിയായതോടെ ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകി. ഇനി 2ാം ഘട്ട ടാറിംഗും നടപ്പാത ഉൾപ്പെടെയുള്ള മറ്റ് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് പൂർത്തിയാക്കാൻ ഉള്ളതെന്ന് അധികൃതർ പറഞ്ഞു. ക്ഷേത്രം നവീകരണ സമിതിയുടെ ഉൾപ്പെടെ കൃത്യമായ ഇടപെടലും റോഡ് പ്രവൃത്തി വേഗത്തിലാക്കാൻ സാധിച്ചു. പൂരോത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ എഴുന്നള്ളത്ത് തെക്കനാക്കൽ കോട്ടയിലേക്ക് കടന്നു പോകുന്നത് ഈ റോഡ് വഴിയാണ്. റോഡ് തുറന്നു നൽകിയതോടെ എഴുന്നള്ളത്തിനുൾപ്പെടെ സുഗമമായി കടന്നുപോകാൻ സാധിക്കും. ക്ഷേത്രത്തിൽ എത്തുന്ന ഒരുപാട് യാത്രക്കാർക്ക് ഇത് ഉപകാരപ്രദവുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലം LDO സ്ഥാനാർത്ഥി M. വിജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFAയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ റോഡ് ഷോയും DJ നൈറ്റും സംഘടിപ്പിച്ചു. കൈതപ്രം മുതൽ ചന്തപ്പുര വരെ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു.
കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M. വിജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFI കടന്നപ്പള്ളി നോർത്ത് മേഖലാ കമ്മിറ്റിയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ റോഡ് ഷോയും DJ നൈറ്റും സംഘടിപ്പിച്ചു. കൈതപ്പുറം മുതൽ ചന്തപ്പര വരെ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. TV ചന്ദ്രൻ, VP സുഭാഷ് ബാബു, DYFI നേതാക്കളായ രജിൻ യു, TV സുജിത് സങ്കീർത്ത്, മഹിളാ അസോസിയേഷൻ നേതാക്കളായ MP പ്രീത, CA വത്സല ടീച്ചർ, PV ഷൈന തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പുത്തൂർ പുന്നക്കോട്ട് രാധാകൃഷ്ണൻ സ്മാരക കോൺഗ്രസ് മന്ദിരത്തിന്റെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി. പുത്തൂർ പുന്നക്കോട്ട് രാധാകൃഷ്ണൻ സ്മാരക കോൺഗ്രസ് മന്ദിരത്തിന്റെയും കണ്ണോത്ത് ചിണ്ടൻ നായരുടെയും മാട്ടൂൽ ജാനകിയമ്മയുടെയും സ്മരണാർത്ഥം മക്കൾ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും ഒരവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 9-ാം തീയതി ഒരു ഭരണമാറ്റത്തിനു വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ മൂല്യത്തകർച്ചയിൽ മനംനൊന്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഒരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാനും നമ്മളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താഴെ ഇറക്കാനും അവർ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. P. ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K. ജയരാജ്, P. സുധീർ, P. ലളിത ടീച്ചർ, KK സുരേഷ്, K. വിനിൽകുമാർ, TV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഹരിതകർമ്മസേന അംഗങ്ങളെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന സമ്മേളനം രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന പയ്യന്നൂർ ഏരിയ സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന രീതിയിലേക്ക് ഓരോ കുടുംബങ്ങളിലും ഇടപെടുമ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ ഇടയിലെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെല്ലാം തന്നെ ആ ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന, ചിലപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രയാസം നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്. നേരത്തെ നിങ്ങൾ അനുശോചനത്തിലെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിനകത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതാണ്, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാഖിനെ ആക്രമിക്കുന്ന നിലയിലേക്കുള്ള യുദ്ധം ഇപ്പോൾ ഇന്നത്തേക്ക് 1 മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം തന്നെ ആലോചിക്കും, ചിലപ്പോൾ ലോകത്തിനകത്ത് 2-3 രാഷ്ട്രങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ. PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. MB മഞ്ജുള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK കൃഷ്ണൻ, M ലത, A ദിവ്യ, KV പ്രസീത, CH സമീറ, M സ്മിത, P സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മിനിമം 15,000 രൂപ അടിസ്ഥാന വേതനമായി നിശ്ചയിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രസിഡന്റായി PV കുഞ്ഞപ്പനെയും വൈസ് പ്രസിഡന്റുമാരായി KK കൃഷ്ണൻ, KV പ്രസീത, A ദിവ്യ എന്നിവരെയും സെക്രട്ടറിയായി MB മഞ്ജുളയെയും ജോയിന്റ് സെക്രട്ടറിമാരായി M സ്മിത, P സുപ്രിയ എന്നിവരെയും ട്രഷററായി M ലതയെയും ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൂരോത്സവത്തിന്റെ ഭാഗമായി കണ്ടോത്ത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മറത്തുകളി നടന്നു. നിരവധി പേർ മറത്തുകളി കാണാൻ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. പൂരോത്സവത്തിന്റെ ഭാഗമായി കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മറത്തുകളി നടന്നു. ശ്രീ ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രം മാണിയാട്ട് ചന്ദരയുമായാണ് മറത്തുകളിച്ചത്. താമ്പൂലം മുതൽ യോഗ്യ വരെയുള്ള പൂരക്കളി പ്രകടനങ്ങൾ നടന്നു. കണ്ടോത്ത് ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് രജീഷ് പണിക്കരും ചെമ്പിലോട്ട് ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് KV കുഞ്ഞികൃഷ്ണ പണിക്കരും നേതൃത്വം നൽകി. പൂരോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചരിത്രപ്രസിദ്ധമായ രാമന്തളി 17 ശുഹദ മഖാമിൽ വർഷം തോറും നടന്നുവരുന്ന മഖാം ഉറൂസ് ഏപ്രിൽ 1 മുതൽ 5 വരെ നടക്കും. പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. രാമന്തളി ജുമാ മസ്ജിദിൽ വർഷം തോറും നടന്നുവരുന്ന മഖാം ഉറൂസ് 2026 ഏപ്രിൽ 1 മുതൽ 5 വരെ വിപുലമായ പരിപാടികളോടെ നടക്കുകയാണ്. ഏപ്രിൽ 1 വൈകുന്നേരം ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ ശുഹദ നഗറിൽ പതാക ഉയർത്തും. പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. അൻവർ അലി ഹുദവി പുളിയക്കോട് മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ അധ്യക്ഷത വഹിക്കും. CH ഇബ്രാഹിം മദനി, ഹാഫിൾ അഷ്റഫ് ഫൈസി, സാഖരിയ ദാരിമി എന്നിവർ പ്രസംഗിക്കും. ജലീൽ റഹ്മാനി വാണിയന്നൂർ, ശുഹബുൽ ഹൈദമി വാരാമ്പറ്റ, മുനീർ ഹുദവി എന്നിവർ പ്രഭാഷണം നടത്തും. സമാപന സമ്മേളനത്തിൽ K അബൂബക്കർ അധ്യക്ഷത വഹിക്കും. ഫൈസൽ ഹുദവി പാണ്ടിക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി നേതൃത്വം നൽകും. KV അബൂബക്കർ, KK അഷ്റഫ്, E അബൂബക്കർ, PM ലത്തീഫ്, PP മുഹമ്മദ് അലി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചരിത്രപ്രസിദ്ധമായ എരമം കടയക്കര മഖാം ഉറൂസ് 2026 ഏപ്രിൽ 2 മുതൽ 6 വരെ തീയതികളിൽ നടക്കുമെന്ന് ഉറൂസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടയക്കര ജുമാ മസ്ജിദ് ഖത്തീബ് CM ബഷീർ സഖാഫി ഉദ്ഘാടനം നിർവഹിക്കും. ഏപ്രിൽ 2 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കടയക്കര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് M മുഹമ്മദ് പതാക ഉയർത്തും. രാത്രി 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കടയക്കര ജുമാ മസ്ജിദ് ഖത്തീബ് CM ബഷീർ സഖാഫി ഉദ്ഘാടനം നിർവഹിക്കും. ഏപ്രിൽ 3 വെള്ളിയാഴ്ച സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുഖാരി ഹാജി മുക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ പേരുൽ മക്ബറ സിയാറത്ത് നടക്കും. ഏപ്രിൽ 4 ശനിയാഴ്ച രാത്രി 7 മണിക്ക് ശിഹാബുദ്ദീൻ മൗലവി ചെറുപുഴ നേതൃത്വം നൽകുന്ന ജലാലിയ റാത്തീബ് നടക്കും. ഏപ്രിൽ 5 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് സയ്യിദ് മുഹമ്മദ് ജുനൈദ് തങ്ങൾ മാട്ടൂൽ നേതൃത്വം നൽകുന്ന ഖത്തം ദുആ നടക്കും. തുടർന്ന് കടയക്കര വലിയുല്ലാഹിയുടെ പേരുള്ള അന്നദാനവും നടക്കും. രാത്രി 7 മണിക്ക് സമാപന സമ്മേളനം റഫീഖ് അമ്മാനി തട്ടുമ്മൽ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 6 തിങ്കളാഴ്ച ലുഹുർ നിസ്കാരാനന്തരം മൗലുദ് പാരായണത്തോടുകൂടി 5 നാൾ നടക്കുന്ന ഉറൂസ് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ റയീസ് മൂനിയത്തൂട്ടി, മുസ്തഫ P, അസീസ് KP, VP അബ്ബാസ്, യൂസഫ് KP, അമീർ M, മുഹമ്മദ് M, ജബ്ബാർ K എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.